ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങിയ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ ഹൊറർ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അധികമായിട്ട് പറഞ്ഞിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് കളയുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനലും കൂടി ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ പുതിയ വീഡിയോസ് വരുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ 7 കോളേജ് സ്റ്റുഡൻസ് ഒരു കാടിനടുത്തായിട്ട് ഇരുന്നിട്ട് ക്യാമ്പ് ഫയറെല്ലാം ഇട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ എലിസ് എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്. അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് എല്ലാവരും അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ ഒരു വലിയ മാൻഷൻ ഇവിടെ റെൻറ്റിനെടുത്തിട്ട് ബിയറെല്ലാം കഴിക്കാമെന്ന് പറഞ്ഞ് പ്ലാനൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഇവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തം പെട്ടെന്ന് ഹേയ് എന്താ നമ്മളെല്ലാവരും ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്, എന്തെങ്കിലും ഗെയിം കളിക്കാമെന്ന് പറഞ്ഞ് ട്രൂത്ത് ഓർ ഡെയർ ഉണ്ടല്ലോ ആ ഒരു ഗെയിം ഇങ്ങനെ കളിക്കാൻ തുടങ്ങും. അങ്ങനെ കളിക്കുമ്പോഴത്തേക്കാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഇവരുടെ ഗ്രൂപ്പിൽ തന്നെ ഹോളി, ഗ്രാൻഡ് എന്ന് പറഞ്ഞ് രണ്ടുപേരുണ്ട്. അതിൽ ഹോളിയാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ, ഗ്രാൻഡാണ് ഈ മൂവിയിലെ ഹീറോ. അതുപോലെ ഇവർ രണ്ടുപേരും കുറേ നാളായിട്ട് പ്രേമിച്ച് നടന്നിട്ട് ഇപ്പോൾ ബ്രേക്കപ്പ് ആയെന്ന് ഇതിലൂടെ ഇവർ അറിയുന്നതും ഹേയ് നിങ്ങളുടെ റിലേഷൻ നല്ലതുപോലെയല്ലേ പോയിക്കൊണ്ടിരുന്നത്, പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് രണ്ടുപേരെ മാറ്റി നിർത്തി ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഗ്രാൻഡ് പറയും അതിന് ഞാനല്ലോ ബ്രേക്കപ്പ് ചെയ്തത്, അവളാണ് വേണ്ടാന്ന് പറഞ്ഞ് പോയത് എന്ന് പറയുമ്പോഴത്തേക്കും ഹോളി എന്താ പറയുന്നതെന്ന് വെച്ചാൽ അവന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു എയിമും ഇല്ല, എന്നോടൽപ്പം റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കത്ത് പോലുമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ബ്രേക്കപ്പ് ആയത് എന്ന് ഹോളി ഇങ്ങനെ പറയുകയും ചെയ്യും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ആ ഒരു വലിയ മാൻഷനകത്തേക്ക് വന്ന് നേരെ വന്നിട്ട് ഫ്രിഡ്ജ് തുറന്ന് നോക്കുകയാണ് കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഈ ഒരു ബിയറും മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരുന്നു, ഒരേ ഒരു ക്യാൻ മാത്രമേ ഉള്ളൂ. എല്ലാം അവർ അടിച്ചു തീർത്തു. ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ കൂട്ടത്തിലുള്ള ഇവൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ സ്പൈഡർമാൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ അവൻ്റെ പേര് പാക്സ്റ്റൺ എന്നാണ്. അപ്പോൾ അവൻ പറയും ഇത്രയും വലിയൊരു മാൻഷനിൽ എവിടെയെങ്കിലും ഒരു മദ്യക്കുപ്പി ഉണ്ടായിരിക്കും, അത് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ ചുറ്റി നടക്കാണ്. അങ്ങനെ എല്ലാവരും പലയിടങ്ങളിലായിട്ട് പോയിട്ട് എല്ലായിടത്തും നോക്കുമ്പോഴത്തേക്കും ഇവർക്ക് മദ്യക്കുപ്പി മാത്രം ഇങ്ങനെ കിട്ടത്തില്ല. അങ്ങനെ ഒരിടത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഒരു ഡോറിനടുത്ത് മാത്രം ഈ ഒരു മുറിക്കടുത്ത് നിന്നും എല്ലാവരും കുറച്ച് മാറി നിൽക്കണം, അടുത്തേക്ക് വരരുതെന്നുള്ള രീതിയിൽ എഴുതി വെച്ചേക്കുന്നു. സാധാരണ ഇത് കാണുമ്പോഴത്തേക്കും ഓക്കെ എന്തായാലും ഇത് കണ്ടു, അതുകൊണ്ട് എന്തായാലും ഇതിനകത്ത് കയറാൻ തന്നെ അവർ തീരുമാനിക്കും. നല്ല ചിന്ത എന്തായാലും എല്ലാവരുടെ ഉള്ളിൽ വരത്തില്ലല്ലോ, ചിലപ്പോൾ മദ്യം ഇതിനകത്തുണ്ടായിരിക്കും എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ഡോറും തുറന്ന് അതിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതൊരു പഴയ ബേസ്മെന്റ് ആണ്. അങ്ങനെ താഴേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ഇവർ പ്രതീക്ഷിക്കുന്നത് പോലെ മദ്യക്കുപ്പികളൊന്നുമല്ല, പകരം മന്ത്രവാദം ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം ഒരുപാട് എടുത്തു വെച്ചിട്ടുണ്ട്. അതേസമയം നമ്മുടെ പാക്സ്റ്റൺ അവൻ വെറുതെ ഇരിക്കൂ, അവിടെയെല്ലാം നോക്കി നോക്കി അവസാനം അവനൊരു പെട്ടി കിട്ടുകയാണ്. ഇത് കാണുന്നതും അവൻ പെട്ടെന്ന് ഏയ് എല്ലാവരും ഇവിടേക്ക് വന്നേ എന്ന് പറഞ്ഞ് അടുത്തേക്ക് വിളിക്കുന്നതും ഇവരടുത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇവൻ്റെ കയ്യിലിരിക്കുന്നത് ടെററ്റ് കാർഡ്സ് എന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ കൈനോട്ടക്കാരുണ്ടല്ലോ തത്തയെ കൊണ്ട് കിടക്കുന്ന, അവരാണെങ്കിൽ കുറേ ചീട്ട് എടുത്ത് വെച്ചിട്ട് അതിലൊരു ചീട്ട് എടുക്കാനായിട്ട് പറയുമ്പോൾ ഈ ഒരു തത്ത ഒരു ചീട്ട് എടുക്കും. അത് നോക്കി അതിലേത് ദൈവത്തിൻ്റെ ചിത്രമാണോ അത് വെച്ചിട്ട് നമ്മുടെ ഭാവി എന്തായിരിക്കും എന്നല്ല ഇങ്ങനെ പറയുമല്ലോ, അതേപോലെ ഒന്ന്. അതേസമയം നമ്മുടെ ഹീറോയും വന്നിട്ട് ആ ഒരു കാർഡ് എടുത്ത് അവൾക്കാണെങ്കിൽ ഇതിനെപ്പറ്റി നല്ലതുപോലെ അറിയാം. അപ്പോൾ അവൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അപ്പോഴേക്കും നമ്മുടെ ഹെയ്ലി പറയും ഹേയ് ഇതെല്ലാവരുടെയും നക്ഷത്രം വെച്ച് ഭാവി എന്താണെന്ന് പറയാൻ കഴിയും എന്നെല്ലാം പറയുമ്പോൾ ബാക്കിയുള്ളവർ പറയും ശരി അങ്ങനെയാണെങ്കിൽ ഇതൊരു ഗെയിമായിട്ട് കളിക്കാം, നിനക്ക് എന്തായാലും ഇതിനെപ്പറ്റി നല്ലതുപോലെ അറിയാലോ, അതുകൊണ്ട് ആ ഒരു കാർഡ് എടുത്ത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും നക്ഷത്രം വെച്ച് ഞങ്ങളുടെ ഭാവി എന്തായിരിക്കും എന്ന് നോക്കി പറയാൻ പറയും. ആദ്യം എന്തായാലും നമ്മുടെ ഹെയ്ലി അതിന് സമ്മതിക്കത്തില്ല, പക്ഷേ ഇവർ നിർബന്ധിച്ച് വിളിക്കുമ്പോഴത്തേക്കും അവൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആദ്യം ഇവർ നിൽക്കുന്ന ആ ഒരു മാൻഷനിലെ എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്യാണ്. അത് കഴിഞ്ഞ് ഒരു തുണിയെല്ലാം വിരിച്ച് ചുറ്റിന് ഒരുപാട് മെഴുകുതിരിയെല്ലാം കത്തിച്ചു വെച്ച ആ ഒരു ബോക്സ് പതിയെ തുറക്കുന്നതും എന്തോ കാറ്റടിക്കുന്നത് പോലെ എന്തോ വെളിയിൽ വന്നതുപോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് അവൾ മനസ്സിലാക്കുന്നതും ഹെയ്ലി പെട്ടെന്ന് സോറി എനിക്ക് എന്തായാലും ഇത് ചെയ്യാൻ കഴിയത്തില്ല, അതുപോലെ ഇതിന് വേണ്ടിയിട്ട് കുറേ നിയമങ്ങളുണ്ട്, മറ്റൊരാളുടെ കാർഡ് എടുത്ത് നമ്മൾ ഒരിക്കലും കളിക്കാൻ പാടില്ല എന്നിങ്ങനെ പറയുന്നതും അതിൽ എലീസ് എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് പറയും ഹേയ് ഇതിലെന്താ എത്ര പേടിക്കാനായിട്ട്, ശരി ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം, നീ എൻ്റെത് നോക്കി പറ എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ ഹെയ്ലിയുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബോക്സിൽ 13 കാർഡ് ഉണ്ടാവും. ആ ഒരു കാർഡെല്ലാം മിക്സ് ചെയ്തിട്ട് അതിൽ ഈ 12 കാർഡും ചുറ്റിനും വെച്ച് അതിൽ ഒരു കാർഡ് മാത്രം സെൻട്രലായിട്ടും വെക്കും, അതായിരിക്കും ഓപ്പോസിറ്റ് ഇരിക്കുന്ന അയാളുടെ കാർഡ്. അപ്പോൾ ആ ഒരു കാർഡിനെ പറയുന്നത് ഹൈ പ്രീസ്റ്റസ് കാർഡ് എന്നാണ്. അതുപോലെ എലീസിൻ്റെ ആണെങ്കിൽ തുലാം രാശിയാണ്. അങ്ങനെ ആ ഒരു കാർഡും അതേപോലെ തന്നെ അവളുടെ ആ ഒരു ജന്മനക്ഷത്രം ഉണ്ടല്ലോ അതും വെച്ചിട്ട് അവളുടെ ഭാവി എന്താണെന്ന് ഇങ്ങനെ പറയുകയാണ്. നിനക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി അറിയണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടാവും, അത് തേടി കണ്ടുപിടിക്കാൻ വേണ്ടി നീ ശ്രമിക്കുകയും ചെയ്യും, പക്ഷെ അത് നിന്റെ പരാജയത്തിന് കാരണമാവും. അതുപോലെ ഇപ്പോഴാണെങ്കിൽ ജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഏണിപ്പടി നീ കയറിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഇനി ഒരിക്കലും നിന്റെ ജീവിതം അങ്ങനെ ആയിരിക്കത്തില്ല. ഈ ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഡെവിലിൻ്റെ കാർഡ് വന്നതുകൊണ്ട് ആ ഒരു ഏണി കാരണമായിരിക്കും നിനക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നത് എന്നിങ്ങനെ പറയുന്നതും എലീസ് ആണെങ്കിൽ ചെറിയ രീതിയിൽ പേടിച്ചിട്ട് എൻ്റെ ജന്മദിനമായിട്ട് എന്നോട് ഇങ്ങനെ തന്നെ പറയണമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും
അടുത്തതാരാണെന്ന് ചോദിക്കുമ്പോൾ മാഡ്ലിൻ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പെണ്ണാണ് വരുന്നത്. അങ്ങനെ അവൾ മുന്നിലേക്ക് വന്നെടുത്തിട്ട് ഈ ഒരു കാര്യം വീഡിയോ എങ്ങനെ എടുക്കുന്നതും ഓക്കെ ശരി നീ എടുത്തോന്നും പറഞ്ഞിട്ട് ആ ഒരു 12 കാർഡ് ചുറ്റിനും വെച്ച് 13ാമത്തെ കാർഡ് എടുത്ത് നടുവിൽ വെക്കുമ്പോഴത്തേക്കും ദി ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കാർഡിൽ എഴുതിയിട്ടുള്ളത്. ഈ തൂക്കിലേറ്റപ്പെട്ട ഒരാളുണ്ടല്ലോ അയാളുടെ കാർഡാണത്. അങ്ങനെ ഈ ഒരു കാർഡും അവളുടെ ജന്മനക്ഷത്രവും വെച്ചിട്ട് ഭാവി എന്താണെന്ന് പറയുമ്പോഴത്തേക്കും ഇത് സൂചിപ്പിക്കുന്നത് ആത്യന്തികമായിട്ടുള്ള ഒരു കീഴടങ്ങലാണ്. ഇപ്പോൾ എന്തായാലും അത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. കാരണം അതുകൊണ്ട് നീ എന്തായാലും കുറച്ച് സൂക്ഷിക്കണം. ഒരു കാരണവുമില്ലാതെ പല ബുദ്ധിമുട്ടുകളും നിനക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്ന് മാഡ്ലിനോട് ഇങ്ങനെ പറയാണ്. അതുമല്ല നീ പേടിക്കേണ്ട ആവശ്യമില്ല. അത് ഏതെങ്കിലും പാലത്തിനടിയിലെ ഒരു വെള്ളത്തിൽ വെച്ചിട്ട് അതിനെന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുമെന്നും അവളിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ടിട്ട് അടുത്തത് പാക്സ്റ്റൺ എന്ന് പറഞ്ഞാൽ അവനെ വിളിക്കുമ്പോഴത്തേക്ക് അവൻ പറയും അയ്യോ എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല, ഞാനൊന്ന് ബാത്റൂമിലേക്ക് പോയിട്ട് വന്നിട്ട് കളിക്കാമെന്ന് പറഞ്ഞ് അവൻ ബാത്റൂമിലേക്ക് നടന്നു പോകുന്നു. അത് കഴിഞ്ഞ അടുത്തത് പേജ് എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണാണ്. അവൾ അങ്ങനെ മുന്നിലേക്ക് വന്നിരിക്കുന്നതും ഇതേപോലെ തന്നെ ആ ഒരു 12 കാർഡ് എടുത്ത് വെച്ച് നടുവിലായിട്ട് 13ാമത്തെ ആ ഒരു കാർഡ് എടുത്ത് വെക്കുമ്പോഴത്തേക്കും ഒരു മജീഷ്യന്റെ കാർഡാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കാർഡിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നക്ഷത്രക്കാരി തന്റെ സുഹൃത്തുക്കളുടെ ആ ഒരു വേദനയിൽ നിന്നും മറ്റൊരിടത്തേക്ക് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുമല്ലാതെ മജീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ട്രിക്കായിരിക്കും, അത് നമ്മളെ പറ്റിക്കുമായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ട്രിക്കിൽ നീ ഒരിക്കലും വീണു പോകരുത് എന്നല്ല ഇങ്ങനെ പറയുന്നതും ഇവിടെ പാക്സ്റ്റനെ കാണിക്കുമ്പോഴത്തേക്കാണ് അവൻ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ ഡോർ ഉണ്ടല്ലോ അത് കാറ്റിലിങ്ങനെ നല്ലതുപോലെ അടിക്കുന്നു. അതുമല്ല അവൻ ഡോറിനടുത്തേക്ക് നടന്നു വന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ അവിടെ എന്തോ ഇരിക്കുന്നത് പോലെ ഇത് കാണുന്നതും ഇതെന്താണെന്നറിയാൻ വേണ്ടി നടന്നടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് വെളിയിലെ ലൈറ്റ് അങ്ങ് ഓണാവുകയാണ്. പക്ഷെ നോക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണാനില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പാക്സ്റ്റൺ നേരെ ഇവിടേക്ക് വന്നിട്ട് ഇവൻ നേരെ വന്നിരുന്ന് ഗെയിം കളിക്കാൻ തുടങ്ങുന്നതും അവനിപ്പോൾ വരുന്ന കാർഡ് ഏതാണെന്ന് വെച്ചാൽ ഒരു ജോക്കറിന്റെ കാർഡാണ് ദ ഫൂൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ഹെയ്ലി പറയുന്നതാണെന്ന് വെച്ചാൽ നീ ഒരിക്കലും പറ്റിക്കപ്പെടരുത്, എപ്പോഴും ശ്രദ്ധയോടെ തന്നെ ഇരിക്കണം, പിന്നെ നിന്റെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനോടൊപ്പം തന്നെ എപ്പോഴും കൂടെ ഉണ്ടാവണം എന്നിങ്ങനെ പറയുന്നതും അവനെ പറഞ്ഞു വിട്ടിട്ട് അടുത്തത് ലൂക്കസ് എന്ന് പറഞ്ഞ ഒരുത്തം വരികയാണ്. അപ്പോൾ അവന് വന്നിരിക്കുന്ന കാർഡിന്റെ പേര് ദി ഹെർമൈറ്റ്. ആ ഒരു കാർഡിലുള്ളത് ഒരു സാത്താനാണ്. ആ സാത്താന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു വിളക്കില്ലേ അത് നിന്നെ വഴി മാറ്റി കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും അതിനെ വിശ്വസിക്കരുത്, ആ ഒരു തെറ്റായിട്ടുള്ള വഴി നീ ഒരിക്കലും പോകരുത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രാൻഡ് ഹീറോ ഉണ്ടല്ലോ അവൻ സ്വയം എനിക്ക് ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നേരെ അവളുടെ മുന്നിലേക്ക് വന്നിങ്ങനെ ഇരിക്കുന്നതും ഇവർ രണ്ടുപേരും ബ്രേക്കപ്പ് ആയി. എന്നിരുന്നാലും ഹെയ്ലി ഇപ്പോൾ അവനെ പറ്റി പറയാൻ തുടങ്ങാണ്. അപ്പോൾ അവൻ്റെ കാർഡിൽ എന്താണെന്ന് വെച്ചാൽ ഡെവിൽ എന്നാണ്. എന്നിട്ട് അവനോട് പറയും നിനക്ക് ഇത്തിരി ദേഷ്യം കൂടുതലാണ്, മറ്റുള്ളവരെ ഒരിക്കലും അംഗീകരിക്കില്ല, ആരോടും അത്ര വിശ്വാസമൊന്നുമില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് ഗ്രാൻഡ് പറയും നീ എന്തൊക്കെയാണ് പറയുന്നത്, നമ്മൾ തമ്മിലുള്ള ആ ഒരു വഴക്കിൽ വെറുതെ വായി തോന്നുന്നതെന്ന് പറയരുത് എന്നുള്ള രീതിയിൽ അവൻ പറയുമ്പോഴത്തേക്കും ഹെയ്ലി പറയും അതൊന്നുമല്ല ഞാൻ ഇതിലുള്ളതാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡിന് പെട്ടെന്ന് ദേഷ്യം വന്ന് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് വരുമ്പോൾ ഹെയ്ലി പറയും പോകരുത്, ഇപ്പോഴത്തെ നിന്റെ അവസ്ഥയാണെങ്കിൽ കുറച്ച് മോശമാണ്, അതുമല്ല ഒരു ഗോസ്റ്റിനെ നീ തടയേണ്ടതായിട്ട് വരും, അതിനുശേഷം ഒരു വലിയ ആപത്തിൽ നിന്നും നിനക്ക് രക്ഷപ്പെടേണ്ടി വരും, ആ ഒരു ആപത്തിൽ നിനക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളെ നിനക്ക് നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഗ്രാൻഡിന് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കാണ് ഹെയ്ലി ഓക്കെ മറ്റുള്ളവരുടെ കാർഡ് എന്തായാലും എടുത്തു, അവളുടെ കാർഡ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവളുടെ കാർഡ് എടുത്ത് വെക്കുമ്പോഴത്തേക്കാണ് അതിൽ ഡെത്ത് എന്നാണ് വരുന്നത്, മരണം. അങ്ങനെ ഇത് കാണുന്നതും ആ ഒരു ഫ്രണ്ട്സിനെല്ലാവർക്കും ചെറിയ രീതിയിൽ പേടിയായിട്ട് ഓക്കെ ശരിയെന്ന് പറഞ്ഞ് ഇവർ ആ ഒരു ഗെയിം അവസാനിപ്പിച്ച് ആ കാർഡ് അടങ്ങുന്ന ബോക്സ് ഉണ്ടല്ലോ അത് തിരിച്ച് അവിടേക്ക് തന്നെ കൊണ്ടുവച്ച് എല്ലാവരും അവരുടെ റൂമിൽ കിടന്ന് ഇങ്ങനെ ഉറങ്ങുമ്പോഴത്തേക്കാണ് ഏതോ ഒരു മന്ത്രവാദിനി എന്തോ ഒരു മന്ത്രവാദം ചെയ്യുന്നത് പോലെയും അങ്ങനെ മന്ത്രവാദത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവർ തന്നെ അവരെ സ്വയം ബലി കൊടുക്കുന്നത് പോലെ കഴുത്തറുത്ത് അവർ സ്വയം ചാവുന്ന ആ ഒരു കാര്യം ഇങ്ങനെ കാണിച്ചുകൊണ്ട് മൂവിയുടെ ടൈറ്റിൽ ഇപ്പോൾ കാണിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഇവരെല്ലാവരും വന്ന ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു ആഘോഷമെല്ലാം കഴിഞ്ഞ് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഇവർ തിരിച്ചു വരുന്ന വഴിക്കാണ് ഒരു പെട്രോൾ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയിട്ട് പെട്രോൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇവരുടെ കൂടെയുള്ള ലൂക്കസ് എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ അവൻ എന്തോ ഒരു കാർഡ് ഗെയിം ഇങ്ങനെ കളിച്ച് അതിൽ വിൻ ചെയ്തിട്ട് എത്രയോ പണം കിട്ടും. അങ്ങനെ അതും കൊണ്ട് ഇവർ നേരെ അവരുടെ നാട്ടിലേക്ക് വരുന്നതും ഇപ്പോൾ ഏലീസ് എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിൻ്റെ വീട്ടിൽ കാണിക്കുമ്പോൾ അവളിപ്പോൾ ബാത്റൂമിൽ കിടന്നിട്ട് കുളിക്കുകയാണ്. അങ്ങനെ കുളിക്കുന്ന സമയത്ത് വെളിയിൽ എന്തോ ശബ്ദം കേട്ട് ഡോറ് തുറന്നു വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഈ വീടിന് മുകളിലോട്ട് കയറിപ്പോയിട്ടുള്ളൊരു ഭാഗമുണ്ടല്ലോ തട്ടുംപുറമെന്നെല്ലാം പറയുന്ന അതുപോലുള്ളൊരു ഭാഗത്ത് അവിടുത്തെ ഏണി താഴേക്ക് വന്നിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ മുകളിലാരെങ്കിലും വന്നിട്ട് തുറന്നു കഴിഞ്ഞാലേ ഇങ്ങനെ ഉണ്ടാവത്തുള്ളൂ, അല്ലാതെ ഇതൊരിക്കലും തുറക്കാൻ കഴിയത്തില്ല. അപ്പോഴേക്കും അവൾ ഹലോ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ മറുപടി കിട്ടാത്തത് കൊണ്ട് അവൾ ആ ഒരു ഏണി മുകളിലേക്ക് തന്നെ കയറ്റി വെച്ചിട്ട് ആ ഒരു ഭാഗം ക്ലോസ് ചെയ്ത് നേരെ ഉറങ്ങാനായിട്ട് പോയി കിടക്കാണ്. എന്നിട്ട് കുറേ നേരം ഫോണെല്ലാം യൂസ് ചെയ്ത് വീണ്ടും എന്തോ ശബ്ദം കേട്ട് വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ആഹാ നേരത്തെ അടച്ചിട്ട ആ ഒരു ഭാഗം ദേ വീണ്ടും തുറന്നു കിടക്കുന്നു. അപ്പോൾ ഏലീസ് വിചാരിക്കും അവളുടെ സുഹൃത്താരെങ്കിലും വന്നിട്ട് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എന്നും പറഞ്ഞ് നിങ്ങൾ മുകളിലുണ്ടെന്ന് എനിക്കറിയാം, ഞാനിപ്പോൾ അവിടേക്ക് വരാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇവള് പതിയെ ആ ഒരു ഏണി വഴിയെ മുകളിലേക്ക് കയറും.
അങ്ങനെ മുകളിലേക്ക് വന്ന് നോക്കുമ്പോൾ ആരെയും കാണാനില്ല. അതുകൊണ്ട് തന്നെ ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ട് ചുറ്റിനിങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവളുടെ പുറകെ എന്തോ പാസ് ചെയ്ത് പോകുന്നത് പോലെ അവൾ പെട്ടെന്ന് ആ ഒരു വശത്തേക്ക് അടിച്ച് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. എന്നിട്ട് ആരെങ്കിലും ഉണ്ടോ അവിടെ എന്നെല്ലാം ചോദിച്ച് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഈ താഴത്തെ ലൈറ്റുകളെല്ലാം ഓണാവുന്നു. അതെന്താണെന്ന് അറിയാൻ വേണ്ടി അവൾ താഴേക്ക് നോക്കിയിട്ട് മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കാണിക്കുമ്പോൾ അവളുടെ മുന്നിൽ അവളെടുത്ത ആ ഒരു കാർഡുണ്ടല്ലോ, ഹൈ പ്രീസിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാർഡ് ഇരിക്കുന്നു. അതേപോലെ തന്നെ ചുറ്റിനും ഒരുപാട് മെഴുകുതിരികളും കത്തിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ശബ്ദവും കൂടി കേൾക്കാം, നീ ഒരു തുലാം രാശിക്കാരിയാണ് എന്നിങ്ങനെ പറയുന്നതും അവൾ ആ ഒരു കാർഡ് എടുത്ത് അങ്ങനെ വെച്ച് നോക്കി ഇത് കണ്ട് പേടിച്ചിട്ട് കാർഡ് അങ്ങനെ മാറ്റുന്നതും അതിലെ ആ ഒരു ഗോസ്റ്റ് പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് വരുമ്പോൾ പേടിച്ച് താഴേക്ക് വന്നങ്ങ് വീഴും. അങ്ങനെ താഴെ വീഴുന്നതും അവളുടെ ഫോൺ തെറിച്ച് കുറച്ച് മുന്നിലേക്ക് വന്ന് വീണിരിക്കുകയാണ്. അങ്ങനെ അവൾക്ക് പതിയെ ബോധം വന്ന് എഴുന്നേറ്റ് ഫോണാണെങ്കിൽ ഇപ്പോൾ റിങ് ചെയ്യുന്നു. അതെടുക്കാൻ വേണ്ടിയിട്ട് അവൾ ഇഴഞ്ഞിങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ ഒരു ഏണി ഉണ്ടല്ലോ താഴേക്കുള്ള ആ ഒരു ഏണി പതിയെ മുകളിലേക്ക് തന്നെ പൊങ്ങാണ്. എന്താണെന്ന് കാണിക്കുമ്പോൾ മുകളിൽ നിന്നിട്ട് ആ ഒരു ഗോസ്റ്റ് ഈ ഏണി വലിച്ച് മുകളിലേക്കാക്കിയിട്ട് അവളുടെ മേളിലേക്ക് കുത്തിയങ്ങ് ഇറക്കി കൊടുക്കും. എന്നിട്ട് വീണ്ടും പൊക്കിയെടുത്ത് വീണ്ടും ഒരു കുത്ത്. അങ്ങനെ ഹേലിയുടെ മുകളിലേക്ക് ആ ഒരു ഏണി കൊണ്ട് 2-3 തവണ കുത്തി അവളെ അങ്ങ് കൊല്ലുകയും ചെയ്യാണ്. അതുപോലെ ആ ഒരു കാർഡ് വെച്ചിട്ട് ഹേലി പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്, നീ ഏത് ഏണി വഴിയാണോ മുകളിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ നിനക്ക് അപകടം ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നല്ലോ. അതുപോലെയാണ് ഇപ്പോൾ സംഭവിക്കുന്നതും. അപ്പോൾ ആ ഒരു കാർഡിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കാൻ പോകുന്നതാണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഇവള് മരിച്ച കാര്യം പോലീസെല്ലാം അറിഞ്ഞിട്ട് ഈ ഫ്രണ്ട്സും എല്ലാവരും അറിഞ്ഞിട്ട് അവരെല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുമ്പോഴത്തേക്കും ആൽമ ഏലിയസിനെ പറ്റി ഇങ്ങനെ പറയാണ്. അവളോട് ഇന്നലെ ഞാൻ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു, ഒരു കുഴപ്പമില്ലാതെയാണ് എന്നോട് സംസാരിച്ചത്, പിന്നെ ഇതെങ്ങനെ സംഭവിച്ചെന്ന് മാത്രം എനിക്ക് അറിയത്തില്ല എന്നെല്ലാം പറയുമ്പോൾ ഹേലി പറയും, ഓക്കെ ശരി, ഇന്നത്തെ ദിവസം ഞാൻ എന്തായാലും നിന്നോടൊപ്പം തന്നെ ഇവിടെ നിൽക്കാമെന്നും പറഞ്ഞിട്ട് ബാക്കി എല്ലാ ഫ്രണ്ട്സും അവിടെ നിന്ന് പോകുന്നതും ഹേലി ആൽബയോടൊപ്പം അവിടെ തന്നെ നിൽക്കുകയാണ്. അതുമല്ല ഹേലിക്കാണെങ്കിൽ ഏലീസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പെണ്ണടുത്ത സുഹൃത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ഫോട്ടോ എല്ലാവരും ഫോണിലെടുത്ത് വെച്ച് നല്ല രീതിയിൽ കരയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും വെളിയിലേക്ക് കാണിക്കുമ്പോൾ ലൂക്കസും അവൻ്റെ കാമുകിയും അങ്ങനെ താഴെ വരുമ്പോഴത്തേക്കാണ് ലൂക്കസ് എന്ന് പറഞ്ഞവനുണ്ടല്ലോ അവൻ്റെ കാമുകി മാഡ്ലിൻ അവളെയും വിളിച്ചിട്ട് നേരെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കിയിട്ടാണ് പറയുന്നത്, ഹേയ് സേഫായിട്ടിരിക്കും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അങ്ങനെ അവളെ വീട്ടിലാക്കി ലൂക്കസ് ഒരു മെട്രോ സ്റ്റേഷൻ്റെ അടുത്തൂടെ ഇങ്ങനെ നടന്നു പോവാണ്. അങ്ങനെ അവൻ പാടി ഇറങ്ങിയിട്ട് താഴേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും അവൻ്റെ പുറകെ എന്തോ ശബ്ദം. അതെന്താണെന്ന് അറിയാൻ വേണ്ടി അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കയ്യിൽ വിളക്ക് പിടിച്ചിട്ട് ഒരു രൂപ നിൽക്കുന്നു. ഇത് കാണുന്നതും ലൂക്കസ് അവിടെ നിന്ന് വീണ്ടും താഴേക്ക് ഇങ്ങനെ പോവാണ്. അതേസമയം വീട്ടിൽ കാണിക്കുമ്പോഴത്തേക്കും പേജ് എന്ന് പറഞ്ഞ അവളുണ്ടല്ലോ, അവള് ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഏലീസിനെ മാത്രം സ്വപ്നം കണ്ട് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കും. ഞാൻ എപ്പോഴൊക്കെ ഉറങ്ങാൻ ശ്രമിക്കുന്നു അപ്പോഴെല്ലാം ഏലീസിനെ മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ, ഒരുപക്ഷെ ഇപ്പോഴും അവൾ ജീവനോടെ ഉണ്ടെങ്കിലോ എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഹെയ്ലി പറയും, ഏയ് നടന്നതെല്ലാം നടന്നു കഴിഞ്ഞു, അവൾ മരിച്ചു പോയത് സത്യമാണ്, അത് നീ വിശ്വസിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ സമാധാനപ്പെടുത്തും. അതേസമയം ഇവിടെ ലൂക്കസിനെ കാണിക്കുമ്പോൾ ലൂക്കസ് നേരെ താഴേക്ക് വന്നിട്ട് വലിയ കാര്യമൊക്കെ അത് നടന്നിങ്ങനെ പോകുന്നതും അവൻ നടന്നു പോകുന്ന ആ ഒരു ഭാഗത്തുള്ള ലൈറ്റുകളെല്ലാം പതിയെ അണയാണ്. അവൻ പേടിച്ചിട്ട് ഒരിടത്തേക്ക് നിൽക്കുമ്പോൾ ആ ഒരു വിളക്ക് വെച്ച രൂപം വീണ്ടും അവനെ ഫോളോ ചെയ്യുന്നു. അതുപോലെ ഇത്തവണയാണെങ്കിൽ പലയിടങ്ങളിൽ നിന്നും ആ ഒരു ഇരുട്ട് അവനെ പിടിക്കാൻ വരുന്നത് പോലെ അങ്ങനെ വരുമ്പോഴത്തേക്കും ലൂക്കസ് നല്ല രീതിയിൽ അത് കണ്ട് പേടിച്ച് ഓടി രക്ഷപ്പെടാൻ വേണ്ടി അടുത്തുള്ളൊരു ഡോറുണ്ട് അതിടിച്ച് തുറന്ന് താഴേക്ക് വരുമ്പോഴത്തേക്കും ഈ പഴയ ട്രെയിനുകളെല്ലാം നിർത്തി വയ്ക്കുന്ന ആ ഒരു ട്രാക്കായിരുന്നു അത്. അങ്ങനെ അവിടെയും വന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ച് മുന്നിലേക്ക് നടന്നു വരുമ്പോഴത്തേക്കും താഴെ ഒരു ന്യൂസ് പേപ്പർ കിടക്കുന്നു. അതിലേക്ക് ചവിട്ടുമ്പോഴത്തേക്കും അവിടെയാണ് കാണിക്കുമ്പോൾ ആ ഒരു ന്യൂസ് പേപ്പറിൽ നീ ഇന്ന് മരിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫോട്ടോ എല്ലാം വെച്ചേക്കുന്നു. ഇത് കാണുന്നത് ലൂക്കസ് പേടിച്ച് അടുത്തുള്ള ആ ഒരു പഴയ ട്രെയിനകത്തേക്ക് കയറാണ്. അത് കാണുന്നതും ഇവൻ ആ ഒരു ഗെയിം കളിച്ചത്, ആ ഒരു കാർഡ് ഇവന് വന്നത്, എല്ലാ കാര്യങ്ങളും ഇവൻ കണ്ടിട്ട് കയറി നിൽക്കുമ്പോഴത്തേക്ക് ആ ഒരു രൂപം വീണ്ടും അവനെ ഫോളോ ചെയ്ത് തന്നെ വരുന്നു. എന്നിട്ട് പെട്ടെന്ന് ഇവൻ്റെ അടുത്തേക്ക് വരുന്നത് ഇവൻ പേടിച്ച് പുറകിലേക്ക് പോയി നിൽക്കുമ്പോൾ പെട്ടെന്ന് അതിനെ കാണാനില്ല. ഇതെന്താ സംഭവിച്ചെന്നെല്ലാം ആലോചിച്ചിട്ട് അവൻ അങ്ങനെ നിൽക്കുന്നതും അങ്ങനെ കാണിക്കുമ്പോൾ അവൻ്റെ മുന്നിലേക്ക് ഇതുപോലൊരു വരക്കമുണ്ട്. അവൻ പെട്ടെന്ന് പേടിച്ചിട്ട് ആ ഒരു ട്രെയിനിൻ്റെ ഡോർ വഴി വെളിയിലേക്ക് വന്ന് വീഴുമ്പോഴത്തേക്കും അടുത്ത ട്രാക്കിലൂടെ മറ്റൊരു ട്രെയിൻ പോവായിരുന്നു. അത് ഇവരെ ഇടിച്ച് തെറിപ്പിച്ച് ലൂക്കസ് എന്ന് പറഞ്ഞവൻ പീസായിട്ട് മുറിഞ്ഞു വീണ് മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇവൻ്റെ കാർഡ് വെച്ചിട്ട് ഹെയ്ലി എന്താണ് പറഞ്ഞത്, ആ ഒരു സാത്താൻ നിന്നെ തെറ്റായിട്ടുള്ള വഴിയിലേക്ക് നിന്നെ കൊണ്ടുപോകും, ഒരിക്കലും അത് കണ്ട് നീ പേടിക്കരുതെന്നാണ് അവൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതുപോലെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് അടുത്ത ദിവസം ഗ്രാൻഡ് ഹെയ്ലി ഇവർ രണ്ടുപേരും ഒരു ചർച്ചിലിരുന്ന് സംസാരിക്കുകയാണ്. അതുപോലെ ഏലീസ് എന്ന് പറഞ്ഞ ഇവരുടെ ഒരു സുഹൃത്ത് അവൾ മരിച്ചു പോയിട്ട് ഇപ്പോൾ ഒരു ദിവസം പോലും കഴിഞ്ഞില്ല. അതിന് മുന്നേ തന്നെ ലൂക്കസ് മരിച്ചെന്നുള്ള കാര്യം ഇവരിങ്ങനെ അറിയുന്നു. ഇവർക്കെല്ലാവർക്കും അപ്പോൾ എങ്ങനെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ ഈ ബാക്കിയുള്ള 5 പേരെയും പോലീസ് വിളിച്ചിരുത്തിയിട്ട് അല്ല ആ ഒരു സമയത്ത് എന്തിനാണ് ലൂക്കസ് അവിടേക്ക് പോയത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ ഗേൾഫ്രണ്ട് ഉണ്ടല്ലോ മാഡ്ലിൻ, അവൾ പറയും, ഇല്ല സാർ അറിയത്തില്ല, എന്നെ വീട്ടിൽ വിട്ടിട്ട് നല്ലതുപോലെ സംസാരിച്ച് തന്നെയാണ് പോയത്, പക്ഷെ അവൻ എങ്ങനെ ആ ഒരു റെയിൽവേ ട്രാക്കിലെത്തിയെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് ആ ഒരു പോലീസുകാരൻ പറയും, ഓക്കെ ശരി,
ഇപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ വിളിപ്പിക്കാം. പോയിക്കോ എന്ന് പറയുമ്പോഴത്തേക്കും ബാക്സ്റ്റൺ പറയും, സാർ എന്ത് വെറുതെ പോകാനോ, ഇപ്പം ഞങ്ങളുടെ 2 സുഹൃത്തുക്കളാണ് മരിച്ചത്, അതിനെപ്പറ്റി നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചോ ഇതെല്ലാം ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് എന്താ കണ്ടുപിടിച്ച് പറയാനായിട്ട്, ഒരു പെണ്ണ് ഏണിയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ചു, മറ്റൊരാൾ ട്രെയിനിൻ്റെ അടിയിൽ പെട്ട് അവനും മരിച്ചു. ഇതിലിപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെയാണെങ്കിൽ ഞങ്ങൾ ആരെ പോയി സംശയിക്കണം? നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഇവർക്കും മറുപടിയൊന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്ന് മരിച്ച 2 പേർക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാണ്. ആ ഒരു സമയത്താണ് പാസ്റ്റൺ പറയുന്നത്, ഏയ് ഇതെന്തായാലും സാധാരണ സംഭവിച്ചതല്ല, ഇത് അവരെ ആരോ കൊന്നതാണ്, ആ ഒരു കൊലയാളി നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും എന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അത് കേട്ടിട്ട് അത്ര ഇഷ്ടപ്പെടുന്നില്ല. കാരണം വർഷങ്ങളായിട്ട് അടുത്തറിയാവുന്നവർ എന്തിനാ 2 സുഹൃത്തുക്കളെ കൊല്ലണം? അതൊരിക്കലും ആവത്തില്ല. ഒരുപക്ഷെ ആക്സിഡൻറ്റ് വല്ലതും ആയിരിക്കും. പക്ഷേ ഇവരുടെ 2 സുഹൃത്തുക്കളും അടുത്തടുത്ത ദിവസം തന്നെ മരിക്കണമെന്നുണ്ടെങ്കിൽ അതും സ്വാഭാവികമായിട്ട് ഇവർക്ക് തോന്നുന്നില്ല. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹെയ്ലി പറയുന്നത്, നിങ്ങൾ പറയുന്നതൊന്നുമല്ല, ഇത് വിധിയാണ്. നമ്മൾ ആ ഒരു ടാരോട്ട് കാർഡ് കളിച്ചില്ലേ, അതിലുള്ളതുപോലെയാണ് ഇപ്പോൾ ഓരോരുത്തർക്കും സംഭവിക്കുന്നത്. അതിന് ഞാൻ ലൂക്കസിനോട് പറഞ്ഞിരുന്നു, ആ ഒരു സാത്താൻ അവൻ്റെ കയ്യിലുള്ള ആ ഒരു വിളക്ക് വെച്ച് നിന്നെ തെറ്റായിട്ടുള്ള വഴിയിലേക്ക് പറഞ്ഞു വിടുമെന്ന്. അതുകൊണ്ട് തന്നെ അത് ഫോളോ ചെയ്ത് ഒരിക്കലും പോരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അതുപോലെ ചെയ്തുകൊണ്ടാണ് അവൻ ആ ഒരു ട്രെയിനിന് മുന്നിൽ വീണ് മരിച്ചത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് വിധിയാണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർക്കാർക്കും അത് പെട്ടെന്ന് വിശ്വാസം വരുന്നില്ല. ഗ്രാൻഡ് ആണെങ്കിൽ ഒട്ടും വിശ്വസിക്കുന്നില്ല. അപ്പോഴേക്ക് ഹേലി പറയും, ഓക്കെ അതെല്ലാം പോട്ടെ, എലീസ് എങ്ങനെയാണ് മരിച്ചത്? ആ ഒരു ഏണിയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീണിട്ടല്ലേ? അവളുടെ രാശി വെച്ചിട്ട് ഞാൻ എന്താ പറഞ്ഞത്? അവൾ കയറി പോകുന്ന ആ ഒരു ഏണി വഴി തന്നെ അവൾക്ക് അപകടം സംഭവിക്കുമെന്നാണ്. അതുപോലെ തന്നെ സംഭവിച്ചെന്നെല്ലാം പറയുമ്പോൾ ഗ്രാൻഡ് പറയും, ദേ ആവശ്യമില്ലാതെ പറയരുത്, ഈ കാർഡിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ എങ്ങനെ സംഭവിക്കുന്നത്? അത് നടക്കും, ഞാൻ പറയുന്നത് സത്യമാണ്. ആ കാർഡിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നടക്കും. ഏയ് ഒരിക്കലുമില്ല, നീ എന്തൊക്കെയോ പറയുന്നു എന്ന് പറയുമ്പോൾ ഈ ഫ്രണ്ട്സിലൊരുത്തി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം പോലീസിനോട് പറഞ്ഞാലോ? ഏയ് പോലീസിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവരിത് വിശ്വസിക്കുന്നതാണോ? അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടേ എന്നെല്ലാം ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് അവളുടെ ലാപ്ടോപ്പ് തുറന്നിട്ട് ടാരോട്ട് എന്ന് പറഞ്ഞ ആ ഒരു കാർഡ് ഉണ്ടല്ലോ അതിനെ പറ്റി ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പോഴേക്കാണ് അതിലെ ആൽമ എന്ന് പറഞ്ഞൊരു ലേഡി ടെറോട്ട് എന്ന് പറഞ്ഞ ഈ ഒരു കാർഡിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ആർട്ടിക്കിളായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് 1950 ഈ കാർഡ് ഉപയോഗിച്ച ഒരുപാട് പേര് പല സാഹചര്യങ്ങളിൽ മരണപ്പെട്ടതായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയം ഗ്രാൻഡ് ആണെങ്കിലും അവൻ്റെ ഫോണിൽ ആൽമ എന്ന് പറഞ്ഞ ഒരു ലേഡിയെ പറ്റി സെർച്ച് ചെയ്തിട്ടാണ്. ഏയ് ഇവരെ പറ്റി ഞാനും കേട്ടിട്ടുണ്ട്, അവരൊരു മന്ത്രവാദിനിയാണ്, അവരിപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയേക്കാണ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു സൈറ്റിൽ കൊടുത്തിരിക്കുന്ന നമ്പർ വെച്ച് ആ നമ്പറിൽ വിളിച്ച് നോക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ഹീറോയിൻ പറയും, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരിട്ട് അവരെ കാണാൻ പോകാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഗ്രാൻഡിനെ ഒട്ടും ഇഷ്ടമല്ല, എന്നിരുന്നാലും വേറെ വഴിയില്ലാതെ ഇവരോടൊപ്പം പോവാണ്. അങ്ങനെ ഇവരായാലും അവിടെ നിന്നും ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഇപ്പോൾ ആ ഒരു ലേഡിയുടെ വീടുള്ളത് ഒരു കാടിനകത്താണ്. പഴയ ഒരു പ്രേത വീട് പോലെയാണ് കാണുമ്പോൾ തന്നെ തോന്നുന്നത്. അങ്ങനെ ഇവർ അവിടേക്ക് തന്നിട്ട് അവിടെയെല്ലാം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അതിലൊരുത്തി പെട്ടെന്ന് ആ ഒരു ജനാലിൻ്റെ അടുത്തേക്ക് ചെന്ന് അകത്താരെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ലേഡി പെട്ടെന്ന് മുന്നിലേക്ക് വരുമ്പോൾ ഇവളങ്ങ് പേടിച്ചു പോകും. അത് കഴിഞ്ഞ് ഡോറിൻ്റെ മുന്നിലേക്ക് വന്നിട്ട് ഹലോ ആരെങ്കിലും അകത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹേയ് നിങ്ങൾ ആരാന്ന് അവരിങ്ങനെ ചോദിക്കുമ്പോൾ ഇതേപോലെ നിങ്ങളുടെ ആ ഒരു ആർട്ടിക്കിൾ ഞങ്ങൾ വായിച്ചിരുന്നു, ആ ഒരു കാർഡിനെ പറ്റി സംസാരിക്കാനാണെന്ന് പറയുമ്പോൾ ആ ലേഡി ആദ്യം അവരെ സമ്മതിക്കത്തില്ല. അവർ പറയും, ഇനി നിങ്ങളിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ പറയുമ്പോൾ നമ്മുടെ ഹെയ്ലി പെട്ടെന്ന് പറയും, പ്ലീസ് പ്ലീസ് ഞങ്ങളെ പുറത്താകരുത്, ഞങ്ങൾ ആ ഒരു ടെറോട്ട് ഗെയിം ആ ഒരു കാർഡിനെ പറ്റി സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്, അതുമല്ല ഞങ്ങളുടെ 2 സുഹൃത്തുക്കൾ ആൾറെഡി മരിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുന്നതും ഇത് കേൾക്കുന്നത് അവർ പെട്ടെന്ന് ഡോറ് തുറന്നു കൊടുക്കുകയാണ്. അങ്ങനെ അകത്ത് വന്നത് ആ ഒരു ലേഡി ചോദിക്കും, ശരി എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇവൾ ആ ഒരു കാർഡ് എടുത്ത് വായിച്ചതും അതേപോലെ തന്നെ അവളുടെ 2 സുഹൃത്തുക്കൾ മരിച്ചു, ആ കാർഡിലുള്ളതുപോലെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് ആരാ വായിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഹെയ്ലി പറയും അത് ഞാനാണെന്ന് പറയും. അപ്പോൾ ആ ലേഡി ചോദിക്കും, ശരി ആ ഒരു കാർഡ് എവിടെ? അത് ഞങ്ങളുടെ കയ്യിലല്ല, അതിപ്പോൾ വീട്ടിലാണ്. ശരി ആ ഒരു കാർഡ് എങ്ങനെ ഉണ്ടാവും? അത് കുറച്ച് പഴയ കാർഡാണ്, അതേപോലെ തന്നെ ആ ഒരു കാർഡിൽ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഓ അങ്ങനെയാണല്ലേ, ആ പെട്ടിയുടെ മുകളിൽ എന്തെങ്കിലും സിമ്പലുകളോ മറ്റോ ഉണ്ടായിരുന്നോ എന്നെല്ലാം ആ ഒരു ബോക്സിനെ പറ്റി അറിയാവുന്നതുപോലെ ഈ ഒരു ലേഡി സംസാരിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ചോദിക്കും, അല്ല ആ ഒരു കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം എനിക്കറിയാം, ആ ഒരു കാർഡ് എവിടെ? അത് ആ ഒരു മാൻഷനുള്ളിലാണ് എന്ന് പറയുന്നതും ഹേലി പറയും, പ്ലീസ് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം അറിയാം, അത് ഞങ്ങളോട് പറയും എന്ന് പറയുമ്പോൾ അവർ പറയും 1950 വർഷം മെക്സിക്കോയിലെ 2 ദിവസം കൊണ്ട് 6 പേരാണ് ദുരൂഹ സാഹചര്യങ്ങളിൽ മരിച്ചത്. അങ്ങനെ അവർ മരിച്ചതിന് ശേഷം 6 പേരും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരേ ഒരു കാര്യം അവർ ആ ഒരു ടാരോട്ട് ഗെയിം കളിച്ചത് മാത്രമാണ്. അതേപോലെ തന്നെ 1969 8 പേരാണ് മരിച്ചത്. അങ്ങനെ മരിച്ചവരോ കൊടൂരമായിട്ടുള്ള ആക്സിഡന്റിലാണ് മരിച്ചത്. അവർ മരിക്കാനും പ്രധാന കാരണം ഈ ഒരു കാർഡാണ്. അത് കഴിഞ്ഞ് ലണ്ടനിലെ 1985 വർഷം 5 ഫ്രണ്ട്സ് വീക്കെൻഡ് ആഘോഷിക്കാനെന്ന് പറഞ്ഞിട്ട് പോയ സ്ഥലത്ത് വെച്ച് അവരും ഈ ഒരു കാർഡ് ഉപയോഗിച്ച് കളിച്ചിരുന്നു. അങ്ങനെ ആ ഒരു ഗെയിം കളിച്ചതിൽ 4 പേര് മാത്രമാണ് കൊടൂരമായിട്ട് മരിച്ചത്, അതിലൊരാൾ മാത്രമേ രക്ഷപ്പെട്ടു.
അപ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ആ ഒരു ട്രിപ്പ് പോയതിൽ 5 പേരില്ലേ, അതിൽ രക്ഷപ്പെട്ട ആ ഒരാൾ അത് ഞാനാണ്. ഞാനും ഇത്ര വർഷമായിട്ട് ഈ ഒരു കാർഡിനെ പറ്റി തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാത്രം എങ്ങനെ മരിക്കാതെ രക്ഷപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മറ്റുള്ളവരുടെ ഭാവി മാത്രമാണ് ആ ഒരു കാർഡ് നോക്കി പറഞ്ഞിരുന്നത്, ഒരിക്കലും എൻ്റെ ഭാവി ഞാൻ പറഞ്ഞിരുന്നില്ല എന്നിങ്ങനെ പറയുന്നതും അത് നശിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ശ്രമിച്ചോ എന്ന് ചോദിക്കുമ്പോൾ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരു വ്യാപാരി ആ ഒരു കാർഡുകളെല്ലാം ലേലത്തിന് വിറ്റു. അത് കഴിഞ്ഞ് ആ ഒരു കാർഡ് ആരുടെ കയ്യിലാണെന്ന് കണ്ടുപിടിക്കാൻ പോലും കഴിഞ്ഞില്ല. അതുകൊണ്ട് ആ ഒരു കാർഡ് എനിക്ക് നശിപ്പിക്കാനും കഴിഞ്ഞില്ല. അതുമല്ല, നമ്മളിപ്പോൾ വിചാരിക്കുന്നത് പോലെ ഇന്നോ ഇന്നലെയൊന്നും അല്ല ഈ ജാതകങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ തുടങ്ങിയത്. വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ ഒരു ജാതകങ്ങൾ വെച്ചിട്ട് ഭാവി പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതുമല്ല, ഈ ഒരു കാർഡ് ഒരു രീതിയിലല്ല ഉപയോഗിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ടാരോട്ട് എന്ന് പറഞ്ഞ ഈ ഒരു രീതിയാണ് ഉപയോഗിക്കുന്നത്. ഇത് വെച്ചിട്ട് ഒരു മനുഷ്യൻ്റെ ഭാവി പ്രവചിക്കാനും അതേപോലെ തന്നെ അവൻ്റെ ഭാവി നശിപ്പിക്കാനും കഴിയും. ഈ ഒരു കാര്യം അവൾക്കും അറിയാമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ, അല്ല ആർക്ക്? അപ്പോഴേക്കാണ് അവർ ഒരു ലേഡിയുടെ ചിത്രം ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ടാണ് പറയുന്നത്, 1798 ഹംഗേറിയൻ നാട്ടിലെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഗർഭിണിയായിട്ടുള്ള ഒരു ഭാര്യയും. അതേപോലെ തന്നെ ആ രാജാവിൻ്റെ സഭയിൽ രാജാവിൻ്റെ നല്ല സമയം, മോശ സമയം ഇതെല്ലാം പറയാൻ വേണ്ടി ഒരുപാട് കഴിവുകളുള്ള ഒരു ആസ്ട്രോളജിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ലേഡിയുടെ ആ ഒരു രാജാവ് തൻ്റെ കുഞ്ഞിൻ്റെയും അതേപോലെ തന്നെ ഭാവിയുടെയും വരുന്ന കാലം അതെങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആ ലേഡി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഭാര്യയുടെ വയറ്റിലുള്ള ആ ഒരു കുഞ്ഞൊരിക്കലും ജനിക്കത്തില്ല, ഒരുപക്ഷെ ജനിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ഭാര്യ മരിക്കുകയും ചെയ്യും എന്നിങ്ങനെ പറയുന്നതും ആ ഒരു രാജാവിന് അത്രയും ദേഷ്യം വന്നിട്ട്, ഏയ് നീ ഇപ്പം എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നീ പറഞ്ഞ ഈ ഒരു പ്രഡിക്ഷൻ അതൊരിക്കലും നടക്കാൻ പാടില്ല, ആ ഒരു വിധി നീ മാറ്റണം, നീ പറഞ്ഞ ആ ഒരു കാര്യം നീ മാറ്റണമെന്ന് ഇങ്ങനെ പറയുന്നതും ആ ഒരു ലേഡിയാണെങ്കിലും ഒരുപാട് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ വീണ്ടും വീണ്ടും ഡെത്ത് എന്ന് പറഞ്ഞിട്ട് മരണത്തിൻ്റെ ആ ഒരു കാർഡ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു രാജാവിന് അത്രയും ദേഷ്യം വന്ന് ഒരിക്കലും നീ ഒരു നാട്ടിൽ ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ ഒരു ലേഡിയെയും അതേപോലെ തന്നെ ലേഡിയുടെ മകളെയും ആ ഒരു നാട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ട് ആ ഒരു രാജാവിൻ്റെ ഭാര്യ പ്രസവിക്കുന്ന സമയത്ത് ആ ഒരു കുഞ്ഞും മരിച്ചു പോകുന്നു, അതേപോലെ തന്നെ ഭാര്യയും മരിച്ചു പോകുന്നതുകൊണ്ട് രാജാവിന് അത്രയും ദേഷ്യമായി. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പ്രവചിച്ച ആ ഒരു ലേഡിയെ കൊല്ലാനായിട്ട് ഉത്തരവിട്ട് ഒരുപാട് പേരെ പറഞ്ഞു വിടുന്നതും ഈ രാജാവ് പറഞ്ഞു വിട്ട പടയാളികളുണ്ടല്ലോ, അവരാദ്യം കൊല്ലുന്നത് ആ ഒരു സ്ത്രീയെയല്ല, അവരെ മകളെ കൊടൂരായിട്ട് കൊന്ന് കെട്ടിത്തൂക്കിയിടുന്നു. ഈ ഒരു കാര്യം കാണുന്നതും ആ ഒരു ലേഡിക്ക് സഹിക്കാൻ കഴിയാതെ ആ ഒരു ലേഡിക്ക് ആ രാജാവിനോടും അതേപോലെ തന്നെ ആ ഒരു നാട്ടിലെ എല്ലാവരോടും ദേഷ്യം വന്ന് എല്ലാവരെയും നശിപ്പിക്കണമെന്നും പറഞ്ഞ് ഒരു വലിയ മന്ത്രവാദത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആ ഒരു ചടങ്ങിന് വേണ്ടി തൻ്റെ ജീവൻ തന്നെ ബലിയായിട്ട് കൊടുത്ത് ആ ലേഡിയുടെ ഗോസ്റ്റിനെ ഈ ടാരോട്ട് എന്ന് പറഞ്ഞ ആ ഒരു ബോക്സിനുള്ളിൽ അടയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ആ ഒരു ബോക്സ് വളരെ ശക്തിയുള്ളതായിട്ട് മാറിയത്. അങ്ങനെ ആയതിനു ശേഷം ആദ്യം തന്നെ കൊല്ലുന്നത് ആ ഒരു രാജാവിനെ ആ ഒരു കാർഡ് വെച്ചിട്ട്. അത് കഴിഞ്ഞ് പിന്നീട് ആ ഒരു ടാരോട്ട് ഗെയിം അതാരൊക്കെയാണോ കളിക്കുന്നത് അവരുടെ മേളിലും ഈ ഒരു ലേഡിയുടെ ശാപം അത് കിട്ടിയിട്ടാണ് അവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ മരിക്കാൻ തുടങ്ങുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഹെയ്ലി അവരോട് ചോദിക്കും, അല്ല ഇതിനെന്തെങ്കിലും അവസാനമുണ്ടോ, ഇത് നശിപ്പിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു കാർഡ് മൊത്തമായിട്ട് നിങ്ങൾ കണ്ടുപിടിച്ച് നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു അവസാനം ഉണ്ടാവും എന്ന് ആ ഒരു ലേഡി പറയുന്നതും ഇവരെല്ലാവരും വീണ്ടും തിരിച്ചു പോവാണ് ആ ഒരു കാർഡ് എങ്ങനെയെങ്കിലും എടുത്ത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതെങ്ങനെ ചെയ്യുമെന്നും പറഞ്ഞിട്ടാണ്, കാരണം അവർ മാൻഷനിലിരിക്കുകയാണല്ലോ. ഇതിന് മുന്നേ അവരത് വാടകയ്ക്ക് എടുക്കുമായിരുന്നു. ഇത്തവണ ആരുടെ അനുവാദമില്ലാതെ അതിനകത്ത് കയറണമെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇവരിപ്പോൾ ചിന്തിക്കുകയാണ് ആ ഒരു കാർഡ് എടുത്ത മൂന്നാമത്തെ ആൾ ആരാണെന്ന്. അതാരാണെന്ന് വെച്ചാൽ മാഡ്ലിൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണായിരുന്നു. അവൾക്കാണെങ്കിൽ ദി ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ അവൾ പറയും, അടുത്തത് ഞാനാണോ എന്നെല്ലാം പറഞ്ഞ് പേടിച്ചിങ്ങനെ ഇരിക്കുന്നതും ഇവരൊരു പാലത്തിന് മുകളിലൂടെയാണ് പോകുന്നത്. പെട്ടെന്ന് കാർ സ്റ്റോപ്പായിട്ട് അവിടെ നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അതേസമയം തന്നെ കാണിക്കുമ്പോഴത്തേക്കും അപ്പോൾ ഹീറോയിൻ ഗ്രാൻഡിനോട് ചോദിക്കും, ഏയ് നീ വണ്ടി നിർത്തിയതിനാ? ഏയ് ഞാനായിട്ട് ഓഫ് ചെയ്തല്ല, അത് താനേ ഓഫ് ആയതാണ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ അവളെ പറ്റി പറയുമ്പോഴത്തേക്കും അവളത് റെക്കോർഡ് ചെയ്തിരുന്നു. അത് കേട്ട് നോക്കുമ്പോൾ പാലത്തിനടിയിൽ വെച്ചിട്ടാണ് എല്ലാത്തിൻ്റെ അവസാനം എന്ന് നമ്മുടെ ഹീറോയിൻ പറയുന്നതായിട്ട് കേൾക്കുന്നതും ഇവർ നിൽക്കുന്നതോ പാലത്തിന് മുകളിലും. അതുകൂടി ആകുമ്പോഴത്തേക്കും അവൾക്ക് നല്ല പേടിയായിട്ട് പ്ലീസ് എന്നെ രക്ഷിക്കുന്നെല്ലാം പറഞ്ഞ് കാർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും കാർ സ്റ്റാർട്ടാവുന്നില്ല. അതേസമയം ആ ഒരു ഡോറിൻ്റെ ഭാഗത്ത് ഒരു മനുഷ്യൻ തൂങ്ങി നിൽക്കുന്നത് പോലെ ആരോ വന്നിങ്ങനെ വരച്ചിട്ട് പോയിരിക്കുന്നു. ഇതും കൂടി കാണുന്നത് അവൾക്ക് പേടിയായിട്ട് അവൾ പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങി ഓടാൻ തുടങ്ങും. അപ്പോഴേക്കും നമ്മുടെ ഹെയ്ലി ആണെങ്കിൽ പെട്ടെന്ന്, ഹേയ് അവൾ പോയിക്കൂടാ, അവൾ ഒരു കാരണവശാലും ഓടിക്കഴിഞ്ഞാലാണ് അവൾ മരിക്കുന്നതെന്നും പറഞ്ഞിട്ട് അവളുടെ പുറകെ അവളെയും വിളിച്ചിങ്ങനെ ഓടാണ്. അവളാണെങ്കിൽ പേടിച്ചിട്ട് ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഹീറോയിൻ പുറകെ തന്നെയുണ്ട്. അതേസമയം ഗ്രാൻഡും പാക്സ്റ്റനും പിന്നെ പേജ് ഇവർ മൂന്ന് ഒരു കാറിലിരിക്കുകയാണ്. കാണിക്കുമ്പോൾ ഈ കാറിന് ചുറ്റും എന്തോ ഒരു രൂപം വന്നതുപോലെ കാറിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ സിഗ്നൽ കാണിക്കുന്നു. ഇത് കാണുന്നത് ഇവരെല്ലാവരും പേടിക്കുകയാണ്. കാറാണെങ്കിൽ നല്ല ഇതിൽ കുലുങ്ങിയെല്ലാം ചെയ്യുന്നുണ്ട്. എന്താണ് ഇവരുടെ അടുത്ത് വന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇരിക്കുന്നതും ഇത് പെട്ടെന്ന് ഓടിപ്പോയ പെണ്ണുണ്ടല്ലോ അവളുടെ പുറകെ ഇങ്ങനെ പോവാണ്. അങ്ങനെ ഇവരായാലും പേടിച്ചിട്ട് എന്ത് സംഭവിക്കുന്നറിയാതെ ഇരിക്കുന്നതും പെട്ടെന്ന് ഇവരുടെ കാറിൻ്റെ ഗ്ലാസ് പൊട്ടിച്ചിട്ട്
ആ ഒരു ഗോസ്റ്റ് ഇപ്പോൾ ഒരു കയറും വലിച്ചെടുത്ത് ഈ ഒരു പെണ്ണിന്റെ പുറകെ ഇങ്ങനെ പോവും മുകളിലൂടെ. അങ്ങനെ ഈ ഒരു കാര്യം മനസ്സിലാക്കി നമ്മുടെ ഗ്രാൻഡ് ആണെങ്കിലേ ഹീറോയിൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് അവന് ഓടുന്നതും നമ്മുടെ ഹീറോയിൻ നോക്കുമ്പോൾ ആ ഒരു ഗോസ്റ്റ് അവളെ കൊല്ലാണ്ട് പുറകെ പോകുന്നത് കണ്ടു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഹേയ് ഓടരുത് ഓടരുത് നിക്കടി അവിടെ എന്നുള്ള പറയുന്നുണ്ടെങ്കിലും അവൾ കേൾക്കാതെ ഓടുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു ഗോസ്റ്റ് അവളുടെ കഴുത്തിലേക്ക് കയറിട്ട് അവളെ വലിച്ചെടുത്തുണ്ടെങ്കിൽ പോവുകയും ചെയ്യുന്നു. അതോടെ ആ ഒരു പെണ്ണും അവിടെ വെച്ച് മരിച്ചു. എന്നിട്ട് അവളെ മുകളിൽ നിന്ന് താഴേക്ക് ഇട്ടിട്ട് അവർ മുകളിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ഗോസ്റ്റ് ഇവരെ നോക്കി അലറി വിളിക്കുന്നതും അത് കാണുന്നതും ഇവർ പല വഴിക്കായിട്ട് ഇങ്ങനെ ഓടി വെളിയിലേക്ക് വന്നിട്ടാണ് ഹീറോയിൻ ഇപ്പോൾ പറയുന്നത്, ദേ കണ്ടു ആ കാർഡിലെ എങ്ങനെയാണോ ഹാങ്ങിങ് മാൻ വന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ അവൾക്ക് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ലേഡി പറഞ്ഞത് ശരിയാണ്, നമ്മൾ ആ ഒരു കാർഡ് മൂലമാണ് മരിക്കാൻ പോകുന്നത് എന്നെല്ലാം പറയുന്നതും ഇപ്പോൾ ഇതിൻ്റെ എല്ലാം അവസാനം എന്താണെന്ന് വെച്ചാൽ ആ ഒരു മാൻഷനിലേക്ക് ചെന്ന് ഈ ഒരു കാർഡ് അടങ്ങിയ ബോക്സ് എടുത്ത് അത് നശിപ്പിക്കണം, അത് മാത്രമേ ഉള്ളൂ വഴിയെന്ന് പറഞ്ഞ് ഇവർ പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ പാക്സ്റ്റൺ ഒരിക്കലും അതിന് സമ്മതിക്കത്തില്ല. അവൻ പറയും, ഇല്ലില്ല ഞാൻ ഒരിക്കലും അവിടേക്ക് വരുന്നില്ല, ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ പോവാണ്, ഞാൻ റൂമിനകത്ത് കയറി എല്ലാ വാതിലും അടച്ച് സേഫായിട്ട് അതിനകത്ത് തന്നെ ഇരിക്കാൻ പോകണമെന്നും പറഞ്ഞ് ഇവരെത്ര പറഞ്ഞ് നോക്കുന്നുണ്ടെങ്കിലും അവനതൊന്നും കേൾക്കാതെ അവൻ തനിച്ച് വീട്ടിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, ഹേയ് പാസ്റ്റൺ നിനക്കറിയത്തില്ലേ നിനക്ക് വന്ന ആ ഒരു കാർഡിലെ നീ എപ്പോഴും നിന്റെ സുഹൃത്തുക്കളോടൊപ്പമാണ് ഇരിക്കേണ്ടത്, പെട്ടെന്നൊരു തീരുമാനം ഒരിക്കലും എടുക്കരുതെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇവനാണെങ്കിൽ അതുപോലെ തന്നെയാണ് ചെയ്യുന്നതും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ മൂന്നുപേരും നേരെ ആ ഒരു മാൻഷനിലേക്ക് ചെല്ലുന്നതും പാക്സ്റ്റൺ അങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് പെട്ടെന്ന് അവൻ്റെ പുറകിൽ ആരും ചിരിക്കുന്നത് പോലെ ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നതും വലിയ കാര്യമാക്കുന്നില്ല. എന്നിട്ട് അവൻ നടന്ന് നേരെ വീടിനടുത്തേക്ക് ചെന്നിട്ട് അകത്തേക്ക് കയറാനായിട്ട് വരുമ്പോൾ പുറകിൽ വീണ്ടും ആരോ ചിരിക്കുന്നത് പോലെ ഇവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ദൂരെയായിട്ട് ഒരാളെ നിൽക്കുന്നുണ്ട്. അതാണെങ്കിൽ അങ്ങനെ അവനെ നോക്കി ചിരിച്ചിട്ട് അതിൻ്റെ തല അങ്ങനെ ഒരു റൗണ്ട് അടിച്ച് ഇങ്ങനെ കൊണ്ടുവരും. ഇത് കാണുന്നതും അവൻ നല്ലതുപോലെ പേടിക്കും. അപ്പോഴാണ് മനസ്സിലാവുന്നത് അത് വേറെ ആരുമല്ല, ഇവൻ്റെ കാർഡിൽ ഒരു ജോക്കറിനെയാണല്ലോ കണ്ടിരുന്നത്, ആ ഒരു ജോക്കറാണ് ഇപ്പോൾ അവൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ഇവനായാലും പേടിച്ച് പെട്ടെന്ന് ആ ഒരു ലിഫ്റ്റ് അടുത്തേക്ക് വന്നിട്ട് ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ആദ്യം കഴിയുന്നില്ല, പിന്നീട് എങ്ങനെയോ അത് ഓപ്പൺ ആയിട്ട് ലിഫ്റ്റിലേക്ക് കയറുമ്പോഴത്തേക്കും ഇപ്പോഴെന്തായാലും ആ ഒരു ലിഫ്റ്റ് വർക്ക് ആവുന്നുണ്ട്, അതിനകത്ത് ആ ഒരു ജോക്കറിനെ കാണാനില്ല. അങ്ങനെ 5ാമത്തെ ഫ്ലോറിലേക്ക് വന്നിട്ട് ഡോർ തുറക്കുന്നതും വീഡിയോയിൽ ആ ഒരു ജോക്കർ അങ്ങനെ നിൽക്കാണ്. അങ്ങനെ വീണ്ടും അവൻ ലിഫ്റ്റിനകത്തേക്ക് കയറി അത് അടയ്ക്കുന്നതും പിന്നെയും ലിഫ്റ്റ് തുറക്കുന്നു, അപ്പോഴും 5ാമത്തെ ഫ്ലോറിൽ തന്നെയാണ്. അതുപോലെ ഇത്തവണയാണെങ്കിൽ ആ ഒരു ജോക്കർ തലകീഴായിട്ട് നടക്കുന്നു, പല രീതിയിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി നടക്കുന്നതും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ജോക്കർ പതിയെ അവൻ്റെ അടുത്തേക്ക് വരികയാണ്. അവനാണെങ്കിൽ പേടിച്ചിട്ട് അവൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട്, ഹേയ് ആ ഒരു ജോക്കർ എന്നെ കൊല്ലാനായിട്ട് വന്നിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് ഇവിടേക്ക് ഒന്ന് എന്നെ രക്ഷിക്കുമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആ ഒരു ജോക്കറിനെ കാണാനില്ല. ഇവനാണെങ്കിൽ സമാധാനപ്പെട്ടിട്ട് ലിഫ്റ്റിനകത്ത് നിന്ന് ആശ്വാസമെല്ലാം പറഞ്ഞ് നിൽക്കുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോൾ ആഹാ അവൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് വരുന്നതും പിന്നീട് അവൻ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കാണിക്കുന്നില്ല. അങ്ങനെ ബാക്കിയുള്ള 3 പേര് നമ്മുടെ ഹേലി, ഗ്രാൻഡി, പേജ് ഇവർ 3 പേരും ആ ഒരു മാൻഷനിലേക്ക് വന്നിട്ട് ഈ ഒരു കാർഡടങ്ങിയ ബോക്സ് കണ്ടുപിടിച്ച് ഇതെല്ലാം തീയിലേക്ക് ഇട്ട് കത്തിച്ചു കഴിഞ്ഞാൽ എല്ലാം അവസാനിക്കുമല്ലോ എന്നും പറഞ്ഞ് തീയെല്ലാം കൂട്ടിയിട്ട് അതിനകത്തിട്ട് ഇങ്ങനെ കത്തിക്കുമ്പോഴത്തേക്കും ഈ ഒരു കാർഡാണെങ്കിൽ എത്ര നിരക്കിടന്നിട്ടും അത് കത്തി പിടിക്കുന്നില്ല. ഇത് കാണുന്നത് 3 പേര് അന്തം വിട്ട് ഇങ്ങനെ നിന്നിട്ടാണ്. ഹീറോയിൻ ഇപ്പോൾ പറയുന്നത്, ഇതിനിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ആ ഒരു ലേഡിയെ ആൽമേനെ ഇവിടേക്ക് വിളിച്ചു വരുത്തണം എന്ന് പറഞ്ഞിട്ട് ആൽമയെ ഇവിടേക്ക് വിളിച്ചു വരുത്തി അവരോട് ഇങ്ങനെ കാര്യം പറയുന്നതും ആ ഒരു ലേഡി ഇപ്പോഴാണ് വന്നിട്ട് മറ്റൊരു കാര്യം പറയുന്നത്, ഞങ്ങളുടെ സുഹൃത്തിനെ മറ്റൊരു ഗോസ്റ്റ് വന്ന് കൊന്നിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ആ ലേഡി പറയും, ഒരിക്കലും അത് ആ ഒരു ഗോസ്റ്റ് അല്ല, ഈ കാർഡിലുള്ള ആ ഒരു മന്ത്രവാദിന്റെ ലേഡി ഉണ്ടല്ലോ അവരുടെ ആത്മാവാണ് ആ ഒരു കാർഡിലുള്ള രൂപമായിട്ട് മാറി എല്ലാവരെയും കൊല്ലുന്നത്. എന്നിട്ട് ഇവരോട് ചോദിക്കും, അല്ല നിങ്ങൾക്കെല്ലാം എന്ത് രൂപമാണ് വന്നത് എന്നിങ്ങനെ ചോദിക്കുന്നത്. പേജ് എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനാണെങ്കിൽ മാജീഷ്യൻ, ഗ്രാൻഡിനാണെങ്കിൽ ദി ഡെവിൽ എന്ന് പറഞ്ഞ ആ ഒരു കാർഡ്, ഹീറോയിൻ ആണെങ്കിൽ ഡെത്ത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാർഡ്. അങ്ങനെ ഇത് മനസ്സിലാക്കി ആൽമ എന്താ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ആ ഒരു കാർഡെല്ലാം എടുത്തു വെച്ചിട്ട് ഈ ഒരു ബോക്സിനുള്ളിലുള്ള ആ ഒരു മന്ത്രവാദിന്റെ ലേഡി ഉണ്ടല്ലോ അവരുടെ ഗോസ്റ്റിനെ ഇപ്പോൾ വെളിയിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. അങ്ങനെയാണെങ്കിലേ നിങ്ങളുടെ ശാപം മാറത്തുള്ളൂ, ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്കും വരത്തുള്ളൂ എന്നും പറഞ്ഞ് ഇവർ ഒരുപാട് മന്ത്രങ്ങളെല്ലാം പറഞ്ഞിട്ട് ആ ഒരു ആത്മാവിനോട് സംസാരിക്കാണ്ട് ഇങ്ങനെ ശ്രമിക്കുമ്പോഴത്തേക്കും മന്ത്രം പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു ലേഡിയുടെ ഗോസ്റ്റ് ആ ഒരു ആത്മാവുണ്ടല്ലോ അത് ഇവരുടെ പുറകെ തന്നെ വന്നിങ്ങനെ ഇരിക്കുന്നു. അതുമല്ല ആ ഒരു ആത്മാവ് വരുമ്പോഴത്തേക്കും ആൽമയ്ക്കാണെങ്കിൽ ഇപ്പോൾ അനങ്ങാൻ പോലും കഴിയുന്നില്ല, അവരുടെ മൂക്കിൽ നിന്ന് രക്തമെല്ലാം പുറത്തേക്ക് വരുന്നു. അതുമല്ല എന്നിട്ട് ആ ഒരു ഗോസ്റ്റ് പറയും, നിന്റെ ഫ്രണ്ട്സ് എല്ലാം മരിച്ച സമയത്ത് നീ മാത്രം നിനക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കാർഡ് ഒരിക്കലും സെലക്ട് ചെയ്തിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ, നിനക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കാർഡ് ഞാൻ എടുക്കാൻ പോവാണെന്ന് പറഞ്ഞ് ആ ഒരു ഗോസ്റ്റ് ഇപ്പോൾ ഒരു കാർഡ് സെലക്ട് ചെയ്യുന്നതും 6 സ്വാർഡ് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ 6 വാളുകൾ കൊണ്ടുള്ള മരണം. ഇങ്ങനെ പറയുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോൾ ആ ഒരു ലേഡി പറയും, സോറി എന്നോട് നിങ്ങൾ ക്ഷമിക്ക്, എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുന്നതും പെട്ടെന്ന് അവരെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു. ഇവർ 3 പേരും പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടി മറ്റൊരിടത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ആ ഒരു ലേഡിയെ കൊന്ന് അവരുടെ മുന്നിലിട്ടേക്കുന്നു. അവരുടെ ദേഹത്ത് മുഴുവൻ 6 വാളുകൾ തറച്ചിരിപ്പുണ്ട്, അതും ആ ഒരു കാർഡിലുള്ളതുപോലെ. അങ്ങനെ ഇത് കണ്ട് അവർ വീണ്ടും തിരിച്ചു ഓടുമ്പോഴത്തേക്കും ആദ്യം നമ്മുടെ ഗ്രാൻഡ് ഹെയിലിയും
ഓടി പോകുമ്പോഴത്തേക്കും പേജ് എന്ന് പറഞ്ഞ അവള് മാത്രം. അതുകൊണ്ട് തന്നെ ഇവൾക്ക് പെട്ടെന്ന് വഴി തെറ്റിപ്പോയി. ഇവളിപ്പോൾ ഒരു റൂമിന് മുന്നിലായിട്ട് ഇങ്ങനെ നിൽക്കാണ്. അതേസമയം നമ്മുടെ ഹെയ്ലിയുടെ ശബ്ദം, ഹേയ് നീ അവിടെ എന്താ ചെയ്യുന്നേ? അപ്പോൾ നമ്മുടെ ഹെയ്ലിയുടെ ശബ്ദം, ഹേയ് നീ അവിടെ എന്താ ചെയ്യുന്നേ, ദേ ഇവിടേക്ക് വാന്ന് പറയുന്നതും അവൾ അത് കേട്ട് നേരെ അവിടേക്ക് ചെല്ലുമ്പോൾ ആ ഒരു റൂം അങ്ങ് അടയുകയും ചെയ്യുന്നു. അപ്പോൾ അവൾക്കെടുത്ത് ആ ഒരു കാർഡിൽ എന്തായിരുന്നു? മാജീഷ്യൻ. അതുകൊണ്ട് തന്നെ മാജീഷ്യൻ സാധാരണ ട്രിക്ക് ചെയ്തിട്ട് നമ്മളെ പറ്റിക്കും, അതിൽ ഒരിക്കലും നമ്മൾ പറ്റിക്കപ്പെടരുത് എന്നാണ് അവളോട് പറഞ്ഞിട്ടുള്ളത്. ഇതറിയാതെ പേജ് ആണെങ്കിൽ ഹീറോയിൻ വിളിക്കുന്നെന്നും പറഞ്ഞിട്ട് ആ ഒരു ബേസ്മെന്റിലേക്ക് ഇറങ്ങി പോകുന്നു. അതേസമയം ബാക്കി രണ്ടുപേരും ഇങ്ങനെ ഓടുമ്പോഴത്തേക്കാണ് നമ്മുടെ ഗ്രാൻഡിന്റെ കാർഡിലുള്ള ആ ഒരു ഡെവിലുണ്ടല്ലോ, അതിപ്പോ അവനെ കൊല്ലാനായിട്ട് വരികയാണ്. അതേസമയം പേജിനെ കാണിക്കുമ്പോൾ അവളിപ്പോൾ താഴേക്ക് വരുന്ന സമയത്ത് അവളുടെ മുന്നിൽ കത്തിയിരുന്ന ആ ഒരു ലൈറ്റ് പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് അവളുടെ കണ്ണിപ്പോൾ കാണാൻ കഴിയുന്നില്ല. അങ്ങനെ അവൾ തപ്പിപ്പിടിച്ച് എവിടേക്കോ ചെന്ന് കയറുമ്പോഴത്തേക്കും അതൊരു മാജിക് നടക്കുന്ന ഒരു വേദി പോലെ കാണിക്കുന്നു. അതും ആ ഒരു മാജീഷ്യനായിട്ടുള്ള പ്രേതം അതിനെ കാണുന്നത് ഇവളെ പെട്ടെന്ന് പേടിച്ച് അടുത്തുള്ളൊരു ബോക്സിനകത്തേക്ക് കയറി ഒളിച്ചങ്ങനെ ഇരിക്കുന്നതും കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവൾ വിചാരിക്കുന്നത് അവളിപ്പോൾ സേഫ് ആയിട്ടിരിക്കുകയാണെന്നാണ്. പക്ഷെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു മജീഷ്യൻ ഇപ്പോൾ കാണിക്കുന്ന മാജിക് എന്താണെന്ന് വെച്ചാൽ ഒരു പെട്ടിക്കുള്ളിൽ ഒരാളെ വെച്ചിട്ട് ഈ വാള് വെച്ച് അറുക്കുമല്ലോ, അറുത്ത് കഴിഞ്ഞാൽ അത് തുറക്കുമ്പോഴത്തേക്ക് അയാൾക്കൊന്നും സംഭവിക്കത്തില്ല. ആ ഒരു രീതിയിൽ പേജ് കിടക്കുന്ന ആ ഒരു പെട്ടിയിലേക്ക് ആ ഒരു ഗോസ്റ്റ് ആയിട്ടുള്ള മജീഷ്യൻ ഉണ്ടല്ലോ അയാൾ വന്ന് വാള് വെച്ച് അറുത്തറുത്ത് പേജിനെ അവിടെ വെച്ച് കൊല്ലുന്നു. അതേസമയം നമ്മുടെ ഗ്രാൻഡിനെ ഹെലിനെ കാണിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒരു മുറിയിലേക്ക് വന്നിരുന്നിട്ട് ഇപ്പോൾ പറയാണ്, ഇനി നമുക്ക് എല്ലാം അവസാനിച്ചു, ഇനി നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയത്തില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിൻ പറയും, ഹേയ് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു കാർഡ് ആരൊക്കെയാണോ സെലക്ട് ചെയ്യുന്നത് അവർക്ക് ആ ഒരു ശാപം കിട്ടി, അവരെ ആ ഒരു ഗോസ്റ്റുകളെല്ലാം കൊല്ലാനായിട്ട് വരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഗോസ്റ്റിനെതിരായിട്ട് നമ്മളൊരു കാർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ശാപം ഗോസ്റ്റിന് നേരെ തിരിയത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഒരു ഗോസ്റ്റും ഇല്ലാണ്ടാവും. പക്ഷെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് പറയുന്നതും എന്തായാലും നമ്മുടെ ജീവൻ പോകാൻ പോവാണ്, അതുകൊണ്ട് രക്ഷപ്പെടാനായിട്ട് ഇതെങ്കിലും ചെയ്തു നോക്കാം എന്നിങ്ങനെ പറയുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയെ ആ ഒരു ഡെവിലി വലിച്ചെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് അതിന്റെ രൂപം മാറ്റി വീണ്ടും നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരുന്നു. അങ്ങനെ ഹീറോയിനായാലും പേടിച്ച് പലയിടങ്ങളിൽ ഓടുന്നുണ്ട്. എന്നിരുന്നാലും ആ ഒരു ഗോസ്റ്റ് അവളെ വെറുതെ വിടുന്നില്ല, അവളുടെ പുറകെ വന്ന് അവളെ കൊല്ലാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരവസരത്തിൽ അത് ഹീറോയിന്റെ കഴുത്തിൽ പിടിച്ച് നിൽക്കുന്നതും ഹീറോ വന്നൊരു കമ്പി കൊണ്ട് അതിനെ അടിച്ചു കളഞ്ഞിട്ട് അവളെ രക്ഷപ്പെടുത്തിയിട്ടാണ് പറയുന്നത്, ഹേയ് നീ പോ, എത്രയും പെടുന്ന ആ ഒരു കാർഡ് വെച്ചിട്ട് നിനക്ക് ചെയ്യാൻ കഴിയുന്നെല്ലാം ചെയ്യുന്നു പറയുന്നതും ഹീറോയിൻ ഇവിടേക്ക് വന്ന ആ ഒരു കാർഡെല്ലാം എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവനെ കൊല്ലാനായിട്ട് വന്ന ആ ഒരു ഡെവിലി ഗ്രാൻഡിനെ വലിച്ചെടുത്ത് നരകത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും ഇപ്പോൾ ആ ഒരു കാർഡെല്ലാം എടുത്തു വെച്ച് ആ ഒരു ഗോസ്റ്റിനെതിരായിട്ടുള്ള ആ ഒരു കാർഡ് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണെന്ന് എനിക്കറിയാം, അതിന് പ്രതികാരം തീർക്കേണ്ടത് പാവങ്ങളെ വെച്ചിട്ടല്ല എന്നിങ്ങനെ പറയുന്നതും ആ ഒരു ഗോസ്റ്റ് ഇപ്പോൾ നടന്ന് നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് വന്ന് അവളെ പൊക്കിയെടുത്ത് അവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോൾ ഹീറോയിനെ കൊണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. എന്നിരുന്നാലും അവൾ പറയും, ഞാൻ നിനക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കാർഡ് സെലക്ട് ചെയ്തു എന്ന് പറയുന്നതും ഗോസ്റ്റ് താഴേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഡെത്ത് എന്ന് പറഞ്ഞുള്ള ആ ഒരു കാർഡ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗോസ്റ്റിന്റെ നാശമാണ്. പെട്ടെന്ന് അത് സംഭവിക്കാനായിട്ട് തുടങ്ങുന്നതും ആ ഒരു ഗോസ്റ്റ് ഇപ്പോൾ ഹീറോയിന്റെ കയ്യിലേക്ക് ഇങ്ങനെ പിടിച്ചേക്കാണ്. അപ്പോൾ ഹീറോയിൻ പറയും, നിങ്ങളുടെ മകൾക്ക് സംഭവിച്ചത് വലിയൊരു അനീതി തന്നെയാണ്, പക്ഷെ അതാണ് വിധി, വിധി അതുപോലെ നടന്നേ പറ്റൂ. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ദേഷ്യമെല്ലാം ഇല്ലാതാക്കണം, നിങ്ങളുടെ ആത്മാവ് അതിന് മോക്ഷം കിട്ടണം ഇതെല്ലാം പറയുന്നതും ആ ഒരു ഗോസ്റ്റ് പതിയെ പതിയെ പൊടിയായിട്ട് മാറി ആ ഒരു കാറ്റിൽ അലിഞ്ഞങ്ങ് പോവാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ രക്ഷപ്പെട്ടു. അങ്ങനെ ആ ഒരു ലേഡിയുടെ ഗോസ്റ്റ് നശിച്ചതും അവരുണ്ടാക്കിയ ആ ഒരു കാർഡുകളുണ്ടല്ലോ അതും നശിച്ചു പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും നടന്ന് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഇവരുടെ മുന്നിലേക്ക് ഒരു കാർ വരുന്നത്. അതിൽ നിന്ന് ഇറങ്ങുന്ന ആരാണെന്ന് വെച്ചാൽ പാക്സ്റ്റൺ. അപ്പോഴേക്കും ഇവനല്ലേ മരിച്ചു പോയത്, പിന്നെ എങ്ങനെ ഇവൻ ജീവനോടെ വന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ലിഫ്റ്റിൽ ഇവനെ ആ ഒരു പ്രേതം കൊല്ലാനായിട്ട് വരുന്ന സമയത്ത് കറക്റ്റ് സമയത്ത് ഇവൻ്റെ ഫ്രണ്ട് ആ ഒരു ലിഫ്റ്റിൻ്റെ ഡോർ തുറന്നു. അപ്പോൾ ഇവൻ ഫ്രണ്ട്സിനോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പം സംഭവിക്കത്തില്ല, ഒറ്റയ്ക്ക് പോകുമ്പോഴാണല്ലോ ഇവനെ കൊല്ലുന്നത്. അങ്ങനെ ആ ഒരു ഫ്രണ്ട് വന്നതുകൊണ്ട് ഇവനൊരു കുഴപ്പം സംഭവിച്ചില്ല. പക്ഷേ ഇവരുടെ മരിച്ചുപോയ മറ്റ് സുഹൃത്തുക്കളാരും ഇനി എന്തായാലും തിരിച്ചു വരാൻ പോകുന്നില്ല, ഇവർ മൂന്നുപേരും മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പഴയ വീട്ടിൽ നിന്ന് കാടോ അല്ലെങ്കിൽ അടച്ചു വെച്ച മൺകുടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അമാനുഷികമായിട്ട് കിട്ടിയാലും അതെല്ലാം തുറന്നിട്ട് ഓരോ കുരുത്തക്കേടുകൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ അന്വേഷിച്ചും ഏതെങ്കിലും ഗോസ്റ്റുകൾ വരും. സൂക്ഷിച്ചിരുന്നോ, അടുത്ത മൂവിയായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.